നൂറ് നീറുന്ന പ്രശ്നങ്ങളുമായി മനസ്സ് ദുഃഖത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ചിന്തിച്ചു നോക്കുക. ഇവിടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ മാത്രമാണ് പരിഹാരമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചെങ്കിൽ, ഇവിടെ അല്ലാഹുവിൽ മാത്രമാണ് പരിഹാരമെന്ന് പ്രിയപ്പെട്ട ഹബീബ് പഠിപ്പിച്ചെങ്കിൽ, അങ്ങനെ ഒരു മാർഗത്തിലേക്ക് കടക്കാൻ പറ്റിയോ? എന്റെ പ്രശ്നങ്ങളുടെയൊക്കെ പരിഹാരം എന്റെ പടച്ചവനിൽ മാത്രമായി എനിക്കുള്ളത്. എന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറയേണ്ടത് എന്റെ പടച്ചവനോട് മാത്രമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവരർത്ഥതലങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട റസൂലിന്റെ അടുക്കലേക്ക് ഒരു പാവപ്പെട്ട അറാബിയായ സഹാബി കടന്നു വരികയാ. ആ സഹാബി കടന്നു വന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ, അല്ലയോ പ്രിയപ്പെട്ട പ്രവാചകരെ, അല്ലാഹുവിന്റെ റസൂലേ ഒന്ന് പറഞ്ഞു തരുക, അം ഖരീബുൻ റബ്ബുനാ ഫനുനാദി, അം ഖരീബുൻ റബ്ബുനാ ഫനുനാജി, അം ബഈദുൻ ഫനുനാദി. നബിയെ, താങ്കൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഞങ്ങളുടെ പ്രപഞ്ചനാഥനുണ്ടല്ലോ, ഞങ്ങൾക്ക് സകല കാര്യങ്ങളും കിട്ടുന്നതാ പ്രപഞ്ചനാഥനിലൂടെയാണെങ്കിൽ, ഞങ്ങൾക്ക് ആരോഗ്യം തന്നതാ പ്രപഞ്ചനാഥനാ, സൗകര്യങ്ങൾ തന്നതാ പ്രപഞ്ചനാഥനാ, സൗകര്യങ്ങൾ തന്നതാ പ്രപഞ്ചനാഥനാ, അനുഗ്രഹങ്ങൾ തന്നതാ പ്രപഞ്ചനാഥനാ. അല്ലാഹുവിന്റെ റസൂലേ, ഐന റബ്ബിനാ, ഞങ്ങളുടെ റബ്ബ് എവിടെയാണ് ഹബീബേ? ഞങ്ങളുടെ റബ്ബ് എവിടെയാണ് ഹബീബേ? ഒരു അറാബിയായ സ്വഹാബി വന്നിട്ട് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ, അം ഖരീബുൻ റബ്ബുനാ ഫനുനാജി, ഞങ്ങളുടെ റബ്ബ് എവിടെയുണ്ടെന്നൊന്ന് പറഞ്ഞു തരുമോ? ആ റബ്ബ് ഞങ്ങളുടെ തൊട്ടടുത്താണെങ്കിൽ നബിയെ ഞങ്ങൾക്ക് പതുക്കെ വിളിച്ചാലും മതിയല്ലോ. ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ തൊട്ടടുക്കലുണ്ടെങ്കിൽ ഹബീബായ റസൂലേ, ഞങ്ങൾക്കൊന്ന് പതിയെ വിളിച്ചാൽ മതിയല്ലോ. ഞങ്ങളുടെ വിളിപ്പുറത്താണ് ഞങ്ങളുടെ റബ്ബുള്ളതെങ്കിൽ ഞങ്ങൾ പതുക്കെ വിളിച്ചാലും മതിയല്ലോ നബിയെ. അംബഈദും ഫനുനാദി, ഇനി ഒരുപാട് ദൂരത്തിരിക്കുകയാണെങ്കിൽ, ഞങ്ങളുടെ സമീപസ്ഥനല്ല ഞങ്ങളുടെ റബ്ബെങ്കിൽ, ഞങ്ങളുടെ അരികിലല്ല ഞങ്ങളുടെ റബ്ബെങ്കിൽ ഒരുപാട് ഞങ്ങളെ വിളിക്കേണ്ട നബിയെ. അതുകൊണ്ട് പറഞ്ഞു തരും നബിയെ, അം ഖരീബുൻ റബ്ബുനാ ഫനുനാജി, അം ബഈദുൻ ഫനുനാദി. അല്ലാഹുവിന്റെ റസൂലിനോട് അറാബിയായ സഹാബി ഇത് ചോദിക്കുമ്പോൾ ഫസകത നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് നിശബ്ദത മൂടുകയാ. അല്ലാഹുവിന്റെ ഹബീബിന് മറുപടി പറയാൻ കഴിയാതെ മിണ്ടാതിരിക്കുകയാ. പെട്ടെന്ന് പടച്ചവന്റെ ദർബാറിൽ നിന്ന് ഇടപെടലുണ്ടാവുകയാ. തന്റെ പ്രിയപ്പെട്ട ഒരു ദാസൻ, തന്റെ അടിമ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു, നബിയേ, ഞങ്ങളുടെ റബ്ബ് എവിടെയാണ് നബിയേ? ഞങ്ങൾക്ക് സർവസ്വം തരുന്ന ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ തൊട്ടടുത്താണോ, അതല്ല ഞങ്ങളിൽ നിന്നും ഒരുപാട് ദൂരത്താണോ എന്ന് വന്ന ഹബീബായ റസൂലിനോട് ചോദിക്കുന്ന തന്റെ അടിമ, അടിമയുടെ മുന്നിൽ മറുപടി പറയാതാൻ കഴിയാതിരിക്കുന്ന പ്രിയപ്പെട്ട റസൂല് ആ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു. മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന നബിയേ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആനി ഫൽയസ്തജീബു ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. അല്ലയോ പ്രിയപ്പെട്ട പ്രവാചകരെ, വഇദാ സഅലക ഇബാദി അന്നി, എന്റെ ഏതെങ്കിലും ഒരു അടിമകള്, എന്റെ ഏതെങ്കിലും ഒരു ദാസിയോ ദാസനോ താങ്കളുടെ സമക്ഷത്തിലേക്ക് വന്നിട്ട് എന്നെ പറ്റി ചോദിച്ചാൽ, എന്റെ പ്രവാചകര്, ഞാൻ അവരുടെ അരികിലാണോ അതോ ഞാൻ അവരിൽ നിന്നും അകലെയാണോ എന്നെന്റെ ഏതെങ്കിലും ഒരു അടിമകൾ വന്നിട്ട് ലോകരക്ഷിതാവായ തമ്പുരാൻ അരികെയാണോ അകലെയാണോ എന്ന് ചോദിച്ചാൽ, അല്ലാഹുവിന്റെ ഹബീബേ, അറിയിക്കുക ഹബീബ്, ഫഇന്നി ഖരീബ്, പ്രപഞ്ചനാഥനായ ഞാൻ അവരുടെ അരികിൽ തന്നെ അറിയിക്കും നബിയേ. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിരിൽ വരീദ്, അവരുടെ കണ്ടമാടിയേക്കാൾ അരികിൽ ഞാനുണ്ടെന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കും നബിയേ. പ്രപഞ്ചനാഥനും പ്രാണനേക്കാൾ അരികിലെന്ന വിഷയത്തെ ചർച്ച ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചത് വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിരിൽ വരീദ്,
ഖരീബ്. നിങ്ങളുടെ പ്രപഞ്ചനാഥൻ നിങ്ങളുടെ പ്രാണനേക്കാൾ അരികിൽ തന്നെയാ. ഒരു മനുഷ്യന്റെ കണ്ടനാടിയേക്കാൾ അടുത്തിരിക്കുന്നവൻ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതൊക്കെയോ പ്രശ്നങ്ങൾ നമ്മൾക്കില്ലയോ, എന്തൊക്കെയോ ബുദ്ധിമുട്ട് നമുക്കില്ലയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, കുടുംബത്തിൽ എത്രയോ പേര് രോഗം കൊണ്ട് കഷ്ടപ്പെടുകയാ, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് കഷ്ടപ്പെടുകയാ. നാഥനായ തമ്പുരാനിലേക്ക് തിരിയാൻ നിനക്ക് കഴിയട്ടെ. അല്ലാഹു തന്നെ പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ അവരുടെ അടുക്കൽ തന്നെയുണ്ടെന്ന് പറയുക. ഈ എത്രത്തോളം എന്നാൽ ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി ഫലിയസ്തജീബൂ ലീ വലിയുമിനൂ ബി ലഅല്ലഹും യർഷദൂൻ. ഈ എവിടെ ഇരുന്നു കൊണ്ട് ഏത് സമയത്ത് എപ്പോൾ എന്നോട് എന്താവശ്യം ചോദിച്ചാലും അത് കേൾക്കുന്ന രീതിയിൽ അവരുടെ തൊട്ടടുത്ത് തന്നെ ഞാനുണ്ട് നബിയേ. മറ്റാരോടും അവർ ചോദിക്കേണ്ടുന്നതില്ല, മറ്റാരോടും അവർ പറയേണ്ടുന്നതില്ല, ആരോടും പറഞ്ഞു വിട്ട് എന്റെ അടുക്കലേക്ക് അയക്കേണ്ടുന്നതില്ല. ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി. എന്നെയൊന്ന് വിളിച്ചാൽ ആ വിളി കേൾക്കുന്ന ദൂരത്ത് ഞാനുണ്ട് ഹബീബ്. എന്നെയൊന്ന് വിളിച്ചാൽ അതിനുത്തരം കൊടുക്കുന്ന ദൂരത്ത് ഞാനുണ്ട് ഹബീബ്. അതുകൊണ്ട് എന്റെ അടിമകൾ വന്ന് ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപസ്ഥനാന്ന് പറയും നബിയേ. പ്രപഞ്ചനായകനായ തമ്പുരാൻ അകലയല്ല, ആ തമ്പുരാൻ അരികയാ, ആ തമ്പുരാൻ അരികയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞെങ്കിൽ ആർക്കാ സഹോദരങ്ങളെ ഇപ്രകാരം പറയാൻ പറ്റുന്നത്? ആർക്കാ ഇപ്രകാരം പറയാൻ പറ്റുന്നത്? ഒരു കുഞ്ഞ് കരയുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മ ഓടി ചെല്ലുകയാ, തന്റെ മകനെ പാല് കൊടുത്തുകൊണ്ട് ഉറക്കുകയാ. വീണ്ടും അടുക്കളയിലേക്ക് വന്ന് ജോലി ചെയ്യുമ്പോ വീണ്ടും കുഞ്ഞ് കരയുകയാ, രണ്ടാമതും ഓടിച്ചെല്ലുകയാ, മൂന്നാമതും കുഞ്ഞ് കരയുമ്പോൾ ഓടിച്ചെല്ലുകയാ. ഒരു 100 പ്രാവശ്യം ആ കുഞ്ഞ് വിളിച്ചാൽ 101ാമത്തെ പ്രാവശ്യമെങ്കിലും ആ ഉമ്മയ്ക്കൊരു അലോസരം തോന്നുമെങ്കിൽ, ആ ഉമ്മയ്ക്കൊരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിൽ, അള്ള പറയുന്ന ആ ബുദ്ധിമുട്ട് പോലും എനിക്കില്ല. 70 ഉമ്മമാരെക്കാൾ കരുണയുള്ളവൻ അല്ലാ. ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി. ഒന്നല്ല, 100അല്ല, 1000അല്ല, 10000അല്ല, ഈ എത്ര വട്ടം നിങ്ങൾ എന്നെ വിളിച്ചാലും ആ വിളിക്കുത്തരം കൊടുക്കുന്നവൻ അല്ലാ, ആ വിളിക്കുത്തരം നൽകുന്നവൻ അല്ലാ. അമ്മയുജീബുൽ മുൽതറ ഇദാ ദആ വയക്ഷിഫു സ്സൂഅ വയജ്അലകും ഖുലഫാഅൽ അർള്. ബുദ്ധിമുട്ടുന്നവൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് വിളിക്കുമ്പോൾ ഉത്തരം കൊടുക്കുന്ന, അവന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന, അവന് ഭൂമിയിൽ പ്രാതിനിധ്യത്വം നൽകുന്ന അല്ലാഹുവിനേക്കാൾ നല്ല രക്ഷിതാവാരാ? അല്ലാഹുവിനേക്കാൾ നല്ല രീതിയിൽ വിളിക്കേണ്ടുന്നവനാരാ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ ചോദിക്കുകയാ. പ്രപഞ്ചനാഥൻ പ്രാണനക്കാനരികിൽ